എക്സാലോജിക്ക് മാസപ്പടി കേസിൽ ഇഡി അന്വേഷണം തുടരാം എന്ന കോടതി ഉത്തരവാണ്. ഇഡി അന്വേഷണം തടയണമെന്ന CMRL അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. സുപ്രീം കോടതിയെ സമീപിക്കും വരെ ഇടക്കാല ഉത്തരവ് തുടരണം എന്നതായിരുന്നു CMRL ഏറ്റവും ഒടുവിലത്തെ ആവശ്യം. അതും തള്ളി. അങ്ങനെയാണെങ്കിൽ രണ്ട് തിരിച്ചടികൾ CMRL ഉണ്ടാവുന്നു. തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ ED ഡയറക്ടറേറ്റ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉന്നതതല യോഗം അല്പസമയത്തിനും കൂടെ ചേരാൻ പോകുന്നു. വിഷ്ണു സുരേഷ് ചേരുന്നു. വിഷ്ണു, ED ഡയറക്ടർ രാഹുൽ നവീൻ അങ്ങോട്ടേക്ക് എത്തിയോ? ഇന്നത്തെ യോഗം ഒരു സാധാരണ ഒരു പ്രൊസീജിയറൽ യോഗമല്ല, അതിനപ്പുറം ചില പ്രാധാന്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിയ പ്രാധാന്യം ഈ ED മീറ്റിംഗ് തുടങ്ങി എന്നുള്ളതാണ്. വിഷ്ണു, ആ മീറ്റിംഗിൽ നിന്ന് വരാൻ പോകുന്ന തീരുമാനം ഈ പ്രതികൾക്ക് സമൻസ് അയക്കുന്നതിലേക്ക് എത്തുമോ എന്നുള്ളതാണ്. വിഷ്ണു, അത് ഉറപ്പായും ആ തീരുമാനം നേരത്തെ തന്നെ ഉണ്ട്. വിധി വന്ന പശ്ചാത്തലത്തിൽ അത് രാഹുൽ നവീനെ കൂടി ആ തീരുമാനം അറിയിക്കുമെന്നേ ഉള്ളൂ. അതിനും ഒപ്പം തന്നെ ഇതിൽ സ്വീകരിക്കേണ്ട തുടർ നടപടികൾ ഈ യോഗത്തിൽ ചർച്ചയാകും. അതിന്റെ അഭിഭാഷകരും അതോടൊപ്പം തന്നെ ഈ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. രാഹുൽ നവീൻ അല്പസമയം മുമ്പാണ് ED ആസ്ഥാനത്തേക്ക് എത്തിയത്. യോഗം ആരംഭിച്ചു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഡെപ്യൂട്ടി ഡയറക്ടർമാരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. പ്രോസിക്യൂട്ടർമാരോടും മറ്റു അഭിഭാഷകരോടും EDയുടെ ASG അടക്കമുള്ള അഭിഭാഷകരോടും എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് പ്രധാനമായും ED ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, തുടർ നീക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നേരത്തെ CBI അന്വേഷണം വേണമെന്ന ED ഒരു ആവശ്യം ഉന്നയിക്കും ചില വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊരു സ്ഥിരീകരണം അല്ലെങ്കിൽ അതിലൊരു തീരുമാനം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ തീരുമാനം ചിലപ്പോൾ ഒരുപക്ഷെ ഈ യോഗത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വേണമോ വേണ്ടോ എന്ന കാര്യത്തിൽ. അതല്ല എങ്കിൽ തിരുവനന്തപുരത്തെ കേസിൽ കക്ഷി ചേരാനുള്ള നീക്കത്തിലേക്കും ED പോകും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇത് കേവലം ഒരു സാധാരണ ഒരു റൊട്ടീൻ ഡെയിലി മീറ്റിംഗ് അല്ല. ഇത് ഒരുപക്ഷെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം തന്നെയാണ് ഒരു ഡയറക്ടർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലേക്ക് എത്തുന്നത് തന്നെ. ഒരുപക്ഷെ ഒരു 4 വർഷത്തിന് ശേഷമാണ് ഒരു ഡയറക്ടർ കൊച്ചിയിലേക്ക് എത്തുകയും ഇത്തരത്തിൽ യോഗം ചേരുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്രാധാന്യം കൂടി ഈ മീറ്റിംഗിനുണ്ട്. അദ്ദേഹം ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് കൊച്ചിയിലെത്തിയത്. ഇന്ന് രാവിലെ 10:30 ആളുകളോട്, ഉദ്യോഗസ്ഥരോട് അസംബ്ലി ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഇപ്പോൾ അദ്ദേഹം എത്തി. യോഗം ആരംഭിച്ചിട്ടുണ്ട്. CMRLനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടി നേരിടുന്നു. ECIR രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ തന്നെ ഏറ്റവും ആദ്യം, അതായത് 2023 തന്നെ ഈ കേസിന്റെ അന്വേഷണം ആരംഭിച്ചതാണ് ED. അതിന് പിന്നാലെ ശശിധരൻ കർത്തയുടെ ഓഫീസിലും വീട്ടിലുമൊക്കെ ED പരിശോധന നടത്തി. ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്തു. തൊട്ട് പിന്നാലെ തന്നെ CMRL ഉദ്യോഗസ്ഥരെ, CEO അടക്കമുള്ള ആളുകളെ ഈ ഓഫീസിലേക്ക് നിരന്തരം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് സമൻസ് അയക്കുന്ന സാഹചര്യമുണ്ടായി. ആ സമൻസ് ചോദ്യം ചെയ്താണ് PMLA ആക്ട് 50 പ്രകാരമാണ് സമൻസ് അയച്ചത്. ആ 50 പ്രകാരം അയച്ച സമൻസ് ചോദ്യം ചെയ്തുകൊണ്ടാണ് CMRL ഉദ്യോഗസ്ഥരും ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചത്. ED അനാവശ്യമായി ഇത്തരത്തിൽ ED ഡയറക്ടറുടെ നേതൃത്വത്തിലാണ് യോഗമോടെ പുരോഗമിക്കുന്നത്. അങ്ങനെ ED ഡയറക്ടർ കൊച്ചിയിലെ യോഗത്തിലേക്ക് നേരിട്ടെത്തുന്നത് സാധാരണമല്ല. അതുകൊണ്ട് തന്നെ ഈ യോഗത്തിനൊരു അസാധാരണത്വമുണ്ട്. അതിവേഗം നടപടികളിലേക്ക് പോയി സമൻസ് അയക്കൽ, ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തൽ പോലെയുള്ള നടപടികളിലേക്ക് അതിവേഗം കടക്കുമോ എന്നുള്ളതാണ് വരും മണിക്കൂറുകളിൽ നമുക്ക് അറിയേണ്ടത്. അതിന് പശ്ചാത്തലമായുള്ളത് ഇവിടെ നടത്തിയ ഒരു റെയ്ഡ്, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡും എന്ന് പറഞ്ഞാൽ വീണ വിജയൻ ഉള്ള സ്ഥലമായതുകൊണ്ടാണ് അവിടെ റെയ്ഡ് നടത്തിയതെന്ന് ED കൃത്യമായി തന്നെ പറയുന്നുണ്ടായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.